മലപ്പുറം പഞ്ചായത്ത് CPIM വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SLC +2 കുട്ടികളെ അനുമോദിക്കുകയും വിദ്യാഭ്യാസ പുരസ്കാരവും നൽകി. DYFI മേഖലാ കമ്മിറ്റി അംഗം പ്രജീഷ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി PV സജീവൻ ഉദ്ഘാടനം ചെയ്തു. AN ഉണ്ണികൃഷ്ണൻ, രാധിക സതീഷ്, ശശിധരൻ, പ്രവീണ ഉണ്ണികൃഷ്ണൻ, K സജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുനമ്പം SI നസീർ സാർ മയക്കുമരുന്ന് വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. നിങ്ങൾ സ്വന്തം അച്ഛനോടും അമ്മയോടും കാണിച്ച അന്നേരാണ് അതിന്റെ വേദന, പെറ്റ വയറിന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടുന്ന് മക്കളൊന്ന് പോയി, ഞാൻ വണ്ടി ചെക്ക് ചെയ്യും. എവിടെന്നാ? സർ, ഞാൻ കറങ്ങാൻ വന്നതാ. ആരോട് ചോദിച്ചിട്ട്? വീട്ടിൽ പറഞ്ഞിട്ട്. അച്ഛന്റെ ഫോൺ നമ്പർ തരാമോ? ഞാൻ വിളിച്ചു നോക്കട്ടെ. മകളെ ഞാൻ ഇന്ന ബീച്ചിൽ വെച്ച്, കൊഴുപ്പള്ളി ബീച്ചിൽ വെച്ച് ഞാൻ ഒരുത്തന്റെ കൂടെ പുറകെ കണ്ടു. എനിക്ക് വയസ്സ് 21, സാറിന് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എനിക്ക് എന്നെ 21 വയസ്സോ 18 വയസ്സോ പൂർത്തീകരിച്ച പെൺകുട്ടി ചെറുക്കിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇടയ്ക്ക് ഒരു മൊഴി പറയും, എന്നെ വിവാഹം ചെയ്തു കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി കറങ്ങി. ഇപ്പോൾ അവൻ കല്യാണം കഴിക്കേണ്ട വേറൊരു പെണ്ണിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നൊരു മൊഴി പറച്ചിലുണ്ട്. പ്ലേസ് ഓഫ് ഓപ്പറേഷൻ സംഭവം നടന്ന സ്ഥലം മുനമ്പം സ്റ്റേഷന്റെ ലിമിറ്റിലാണ് എങ്കിൽ എന്റെ അടുത്ത് തന്നെ മൊഴി പറയാൻ വരുള്ളൂ. ഞാനല്ലെങ്കിൽ അടുത്ത സ്ഥലം. അപ്പോൾ അവിടെ പോകുന്ന നിങ്ങൾ, ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തുണ്ട്, അവൻ പറയുവാണ് നമുക്ക് ഇന്ന് കുഴിപ്പള്ളി ബീച്ച്, വേറെ ഒന്നുമില്ല, ബൈക്ക് എടുത്ത് കുഴിപ്പള്ളി ബീച്ച് അകലം പാലിച്ചാണ് ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ശരീരങ്ങള് മറ്റ് പുരുഷന്റെ മേലെ പയ്യന്റെ മേത്ത് മുട്ടാത്ത രീതിയിൽ പോയി ഇറങ്ങി ചെന്നു, 2 ബജി മേടിച്ച് കഴിച്ചു, ചില കടപ്പുറത്തോടെ ചുറ്റിക്കറങ്ങിയത്, തിരിച്ചു വന്നു. സ്കൂളിൽ പോകേണ്ട സമയത്ത് അല്ല വീട്ടിൽ ചെല്ലേണ്ട സമയത്ത് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നീട് പിറ്റേ ആഴ്ചയിൽ നിങ്ങൾ ചെറായി ബീച്ചിൽ പോയി. അതിന്റെ അപ്പുറത്ത് പക്ഷെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായില്ല. നിങ്ങൾ പഠിച്ചു, 2 പേര് പോയി. ഫ്രണ്ടുള്ളൂ, കല്യാണം ഒന്നും കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പഠിച്ചു പിടിക്കുകയായി, നല്ല ജോലിയൊക്കെ ഉണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാണ്ടപ്പോഴത്തേനും ഒരു കല്യാണാലോചന ഒന്ന് കൊള്ളാവുന്ന വീട്ടിൽ. എന്റെ കൂട്ടുകാരന്റെ മോനാണ് ഈ കല്യാണാലോചന വന്നത്. അവൻ എന്റെ അടുത്ത് ചോദിക്കുക, എടാ നീ ഇങ്ങനെ മുനമ്പത്ത് ഇത്ര നാളെ ഇരുന്നല്ലേ? അതെ. അവനും എടാ എന്റെ മോനൊരു കല്യാണം ആലോചിച്ചു വന്നിട്ടുണ്ട്, ഇതാണ് നിനക്ക് അറിയാൻ പറ്റുമോ? ആ കുഴിപ്പള്ളി ഭാഗത്തായിരുന്നു അല്ലെങ്കിൽ ചെറായി ഭാഗത്താണ് വീട്. അപ്പൊ ഞാൻ നോക്കട്ടെ, ആ കുഴപ്പമില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലാണ്, ഏട്ടാ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൊള്ളാം, പിന്നെ പരിപാടികളുടെ ചെറിയ ജോലിയൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, കാണാൻ നല്ല സുന്ദരിയാണ്, ഓക്കെ. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, പക്ഷേ എന്താടാ പക്ഷേ? എടാ ഞാൻ പല ബീച്ചിലും പല സമയത്തും പലരുടെയും പുറകിലും ബൈക്കേൽ ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, അനധികൃതമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അനാവശ്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒറ്റ വാക്കിൽ പറയാം, എനിക്ക് വേണ്ട, നിന്നോട് ചോദിക്കാൻ തോന്നിയത് എന്റെ ഭാഗ്യം, ഞാൻ വേറെ ചെറുക്കൻ ഡയറക്റ്റ് SI. ഈ എന്റെ കൂട്ടുകാരന്റെ അവൻ ഡയറക്റ്റ് SI. നിങ്ങൾക്കടെ അപ്പുറത്ത് പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ബന്ധമാണ് കിട്ടുന്നത്. തീർന്നില്ല മക്കളെ, പോയില്ലേ? എന്തിനാണ് നിങ്ങളിങ്ങനെ നടക്കുന്നത്? നിങ്ങളെ പഠിക്കാൻ വിടുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങളൊന്നും ഞങ്ങൾക്ക് തിരിച്ചു തരണ്ട, നിങ്ങൾ പഠിക്കുക. മാക്സിമം ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങൾക്ക് മാതാപിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, പഠിച്ച IPSO ESO എടുത്ത് അല്ലെ ജോലി മേടിച്ച്, ഗവൺമെന്റ് ജോലി മേടിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ച് ശമ്പളം ഞങ്ങൾക്ക് തരണ്ട, ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ തരണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. മറിച്ച് നിങ്ങൾ ചെയ്യാവുന്ന ഒറ്റക്കല്ലോ, മക്കളെ എന്ന് വാക്ക് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. 18ാം വാർഡ് ബ്രാഞ്ച് നേതൃത്വം കൊടുത്തുകൊണ്ട് SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും അതുപോലെ തന്നെ 1ാം ക്ലാസ് മുതലുള്ള മറ്റ് ഇതര വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹനം കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത്. ഈ ചടങ്ങ് വലിയ പ്രത്യേകതയുള്ളതാണ്, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അധ്യക്ഷൻ പ്രജീഷ് ചക്കാലക്കൽ, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ NC സെക്രട്ടറി PV സജീവൻ അവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട SI സാർ, ബാക്കി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ
വളരെ ഭംഗിയായി തന്നെ ഈ വർഷവും കുട്ടികളെ ആദരിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. അപ്പൊ ഇതിന് കൂടെ നിന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയണം. പിന്നെ കൂട്ടത്തില് നമ്മുടെ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികൾക്കും ഇനി ഇത് പ്രചോദനമാക്കിക്കൊണ്ട് ഉള്ള ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ പഠനത്തിൽ ശോഭിക്കാൻ കഴിയട്ടെ, മറ്റുള്ള മേഖലകളിലും ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോ നേരെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള മേഖലാ കമ്മിറ്റി അംഗം പ്രജീഷ് ചക്കാലക്കലിനെ നന്ദി പറയുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ചെറായി CPIM ചെറായി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് PB സജീവൻ ചേട്ടന് ഞാൻ നന്ദി പറയാണ്. അതുപോലെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒരു ക്ലാസ് എടുത്തു തന്ന മുനമ്പം പോലീസ് സ്റ്റേഷനിൽ SI ആയിട്ടുള്ള നസീർ സാറിന് നന്ദി പറയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അനിൽ സാറിന് നന്ദി പറയാണ്. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർമാര്, ബ്രാഞ്ചിലുള്ള എല്ലാ സഖാക്കളെയും, ഇന്നിവിടെ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും എല്ലാവരെയും നാട്ടുകാരെയും മൊത്തത്തില് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. CPMന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്നതാണ് വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണം. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയുന്നത് കുട്ടികൾക്ക് പഠന നിലവാരം ഉയർത്തുകയെന്നും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ കൈവരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് CPMന്റെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നാളിതുവരെ നടത്തിപ്പെടുന്ന കൂടികളുണ്ടായി. അതോടൊപ്പം DYFI കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പാവപ്പെട്ട കുട്ടികളെയും അതിനേക്കാൾ ഉപരിയായിട്ട് വിദ്യാഭ്യാസത്തിന് ഫുൾ A+ കിട്ടിയിട്ടുള്ളതുമായിട്ട് എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി നടത്താനായിട്ട് കുറേയേറെ പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരും സഹായ സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് എത്തുന്നു. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.